Hey, what's up, guys? This is Best to Perfect Style. My name is Age, and let's overdraw. ഹുഡീസ് എന്ന് പറയുന്ന ഒരു ഒറ്റ പീസ് ഓഫ് കേക്ക് കൊണ്ട് നമ്മുടെ ലുക്കിനെ ഒരു ഇന്റർനാഷണൽ ലെവൽ ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും മെലിഞ്ഞുണങ്ങിയ ഒരു ദാരിദ്ര്യ ലുക്കിനാണുള്ളത്. നമ്മുടെ ആ ഒരു ദാരിദ്ര്യ ലുക്കിനെ പോട്ട് മെലിഞ്ഞുണങ്ങിയവരല്ലെങ്കിൽ കൂടി നമ്മളൊരു ഡ്രസ്സ് വെയർ ചെയ്ത് ചെയ്യാൻ നമുക്കൊരു മെന ഉണ്ടാകത്തില്ല. സോ ആ ഒരു മെന കംപ്ലീറ്റ്ലി നമ്മളൊരു ഹുഡി യൂസ് ചെയ്തുകൊണ്ട് മാത്രം വേറെ ലെവലിലേക്ക് ഒരു ലക്ഷറി ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഹുഡീസിന്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹുഡി മേടിച്ചോ ചുമ്മാ അങ്ങ് വെയർ ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് മാറ്റാൻ പറ്റും. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന കംപ്ലീറ്റ്ലി ആണുങ്ങൾക്കുള്ള ഫാഷൻ, സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി. സോ അതിലേതിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള മണി അടിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരാം. അതുപോലെ തന്നെ നമ്മുടെ BPS ബൂം ചാനലിൽ കൂടി സെയിൽ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരെല്ലാവരും നമ്മുടെ ഈ ചാനലിലെ റീൽ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മച്ചാനെ നമ്പർ ഇല്ലല്ലോ, കോൺടാക്ട് ഇല്ലല്ലോ, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ചാനലിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട്. മച്ചാനെ BPS ബൂമിൽ കൂടിയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും കാണിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് സാമ്പിളിംഗ് മാത്രമേ കാണിക്കത്തുള്ളൂ. BPS ബൂം എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിൽ കൂടിയാണ് പ്രോഡക്ട്സ് ഫുള്ള് കാണിക്കുന്നതും അതിന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം BPS ബൂമിലാണ് മച്ചാനെ നമ്മൾ കാണിക്കുന്നത്. സോ നിങ്ങൾ BPS ബൂമിലേക്ക് കയറി പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തവരെല്ലാവരും പറഞ്ഞത് മച്ചാനെ നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്രോഡക്റ്റ് ആണ്. ഇതേ സെയിം സാധനം എന്റെ ഫ്രണ്ട് അവിടുന്ന് 200 രൂപയ്ക്ക് കൂടുതൽ കൊടുത്താണ് മേടിച്ചത്. സത്യം മച്ചാനെ ആ രീതിയിലാണ് നമ്മൾ റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഫാമിലി. സോ ഫാമിലിക്ക് ഏറ്റവും നല്ല റേറ്റിന് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രിസ്മസിനൊക്കെ നല്ല ഹെവി പീസസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ BPS ബൂമിലേക്ക് കയറി ചേട്ടാ BPS ബൂം കാണാനില്ല, BPS ബൂം എവിടെയാണ് മച്ചാനെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മച്ചാനെ ഡിസ്ക്രിപ്ഷനിൽ കയറി തപ്പ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുക. പ്രോഡക്റ്റ് എല്ലാം വരിയായിട്ട് വരുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് മിസ്റ്റേക്ക് ആണ് മച്ചാനെ. ഹുഡീസ് ഇടുന്നവർ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള മിസ്റ്റേക്കും ആക്സസറീസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മച്ചാനെ ഹുഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും മാലന്റെയും വാച്ചിന്റെയും ആവശ്യമില്ല. ബിക്കോസ് ഹുഡീസ് നമ്മൾ ഓൾവേസ് ഫുൾ സ്ലീവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മാലേന്റെ ആവശ്യമില്ല. ബിക്കോസ് ഫുള്ളി കവേർഡ് ആയിരിക്കും. നമ്മുടെ നെക്ക് പോർഷൻ എല്ലാം ഫുള്ളി കവേർഡ് ആയിരിക്കും. സോ മാലേന്റെയും വാച്ചിന്റെയും ആവശ്യമില്ല. എന്നിട്ടും മാല ഇടുന്നെന്ന് പറഞ്ഞിട്ട് മച്ചാനത ഇത് മാതിരി ലോങ് നെക്കിൽ യൂസ് ചെയ്യുന്ന മാതിരി നമ്മുടെ ചെയിൻ എടുത്തിട്ട് കഴുത്തിന് മുകളിൽ കൂടി എടുത്തിട്ട് ഹുഡീസിൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടിരിക്കരുത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഫാഷൻ മിസ്റ്റേക്ക് മച്ചാനെ. അത് സ്റ്റൈൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ, ഫാഷൻ വൈസ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മാല യൂസ് ചെയ്യണം എന്ന് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ യൂസ് ചെയ്യാം, ഇതുമാതിരി യൂസ് ചെയ്യാം. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ മാല യൂസ് ചെയ്യരുത്. അതായത് ക്യാപ്പിന്റെ അടിയിൽ കൂടി മാല വെയർ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഇറ്റ്സ് എ ഫാഷൻ മിസ്റ്റേക്ക്. നിങ്ങൾ ഒരിക്കലും സ്റ്റൈലിൽ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ബിക്കോസ് യു ആർ ദി ഫോളോവർ ഓഫ് ബെസ്റ്റ് ടു പെർഫെക്റ്റ് സ്റ്റൈൽ. പിന്നെ ആക്സസറീസിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന കാര്യം റിംഗ്സ് ആണ്. റിംഗ്സ് നിങ്ങൾക്ക് 1, 2, 3, 4, 10 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 10 യൂസ് ചെയ്യണ്ട, ഒരു 4 വരെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഒരു 4 റിംഗ് വരെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ ഹുഡീസിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ കഴിയുന്നത് ക്യാപ്പാണ്. ക്യാപ്പും കൂടി ഹുഡീസിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഒരു ലുക്കാണ്. വേറെ ഒരു റേഞ്ച്, ഒരു പടി കൂട്ടും നമുക്ക് ക്യാപ്പും കൂടി യൂസ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചിരിക്കാം, ചേട്ടാ പിന്നെ വെറുതെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണോ ഹുഡീസിൽ ഇതുപോലൊരു സാധനം തന്നിരിക്കുന്നതെന്ന്. മച്ചാനെ ഹുഡീസ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ക്യാപ്പ് വലിച്ച് തലവഴി ഇട്ടിട്ട് നടക്കാറില്ല. ഓക്കെ, ഇടും. അതൊരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് പോസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹുഡീസ് ക്യാപ്പ് വലിച്ച് നമ്മൾ തലവഴി ഇട്ടിട്ട് നടക്കാറുണ്ട്. പക്ഷെ അല്ലാതെ റെഗുലർലി നമ്മളെ ഹുഡീസ് നമ്മളെ തലവഴി ക്യാപ്പ് വലിച്ചിട്ടിട്ട് ഭയങ്കര ഷോയിങ് നമ്മൾ നടക്കാറില്ല. അത് കാണുന്നവര് ഒരു പക്ഷെ ഒരു അതല്ലാതെ കേരളത്തിൽ തന്നെ ഹുഡീസിന്റെ ക്യാപ്പ് ഇട്ട് നടക്കുന്നവരുണ്ട്. അത് ഇടുക്കി, വയനാട് പോലുള്ള തണുത്ത പ്രദേശങ്ങളിൽ അവരുടെ ചെവി വഴി കാറ്റ് അകത്തേക്ക് കയറി വല്ല ചൊറിയോ ചിലപ്പോ ഛർദിയോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്പ് വലിച്ചിട്ടിട്ട് കെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതിന്റെ പേരിലൊരു തർക്കം വേണ്ട മച്ചാനെ, അങ്ങനെയും യൂസ് ചെയ്യാറുണ്ട്. അതർവൈസ് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫാഷൻ വൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപ്പ്, ഒരു എക്സ്ട്രാ ഒരു ക്യാപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റൈലിനെ. നമ്പർ 2, ബോട്ടം വെയറിൽ തന്നെ ഞാൻ ഷൂസ് ആണ് ആദ്യം പറയുന്നത്. ഹുഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഷൂസ് മോഡൽസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂട്ട്സ് യൂസ് ചെയ്യാം, സ്നീക്കേഴ്സ് യൂസ് ചെയ്യാം, ട്രെയിനേഴ്സ് ഓർ റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യാം, ക്യാൻവാസ് ഷൂസ് യൂസ് ചെയ്യാം, ക്ലോത്ത് യൂസ് ചെയ്യാം. ഈ ഐറ്റംസ് എല്ലാം, ഈ മോഡൽസ് എല്ലാം ഹുഡീസിന്റെ കൂടെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ മാച്ച് ആവാത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞാൽ മാതിരി നിങ്ങൾക്ക് ലോഫേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ഡ്രസ് ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രസ് ഷൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോർമൽ ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല.
ഇത് രണ്ടും ഹുഡീസുമായിട്ട് മാച്ച് ആവത്തില്ല. അടുത്തത് ബോട്ടം വെയേഴ്സിൽ തന്നെ പാൻസ് ഐറ്റംസ് ആണ്. ഹുഡീസിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന പാൻസ് വെയേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മച്ചാനെ എല്ലാ പാൻസ് വെയേഴ്സും ഹുഡീസിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും. അതിപ്പോ സ്ലിം ഫിറ്റ് ആയിരുന്നാലും ചീനോസ് ആയിരുന്നാലും ജീൻസ് ആയിരുന്നാലും ഷോർട്സ് ആയിരുന്നാൽ പോലും ഹുഡീസിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരു മോഡൽ ലുക്ക് നിങ്ങൾക്ക് ഏതിനാണ് കിട്ടുന്നത് വെച്ചാൽ ഹുഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എക്സ്ട്രാ പോക്കറ്റോട് കൂടിയ കാർഗോസ് ജോഗേഴ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ പോക്കറ്റോട് കൂടിയ ബാഗീസോ എക്സ്ട്രാ പോക്കറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസ്, അതായത് സൈഡ് 6 പോക്കറ്റ് 8 പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുമാതിരി എക്സ്ട്രാ പോക്കറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒരു ബോട്ടം വെയർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഐറ്റമാണ് പാരച്യൂട്ട് ബാഗി. പാരച്യൂട്ടിൽ എക്സ്ട്രാ പോക്കറ്റ് വെച്ചിട്ടുള്ളതും എക്സ്ട്രാ പോക്കറ്റ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട്. അതിൽ പാരച്യൂട്ട് ബാഗിയൊക്കെ അടിപൊളിയായിട്ട് ഹുഡീസിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പാരച്യൂട്ട് കുറച്ച് കാലത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ ഇൻ മൈ ഒപ്പീനിയൻ. ഒരുപാട് ഒക്കേഷൻസിലൊന്നും നമുക്ക് പാരച്യൂട്ട് ബാഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ പാരച്യൂട്ട് ബാഗ് വേണം. ഓഫ്കോഴ്സ് ഫാഷൻ വൈസ് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പാരച്യൂട്ട് ബാഗ് വേണം. ഏറ്റവും ട്രെൻഡ് ആണ്, ഇപ്പോൾ ലേറ്റസ്റ്റ്ലി ഏറ്റവും ട്രെൻഡ് ആണ് പാരച്യൂട്ട് ബാഗ്. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ടോപ്പ് വെയർ, അതായത് നമ്മുടെ ഹുഡീസ് എങ്ങനെ വെയർ ചെയ്യണം എന്നുള്ളതാണ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന വഴികളുണ്ട്. സോ രണ്ട് ഞാൻ പറയും. ആദ്യമേ ഞാൻ പറയുന്നത് ഹുഡീസിൽ തന്നെ 2 ഫിറ്റിംഗിൽ നമുക്ക് ഹുഡീസ് കിട്ടുന്നുണ്ട്. അതൊന്ന് റെഗുലർ ഫിറ്റ്, അതായത് സ്ലിം ഫിറ്റോ റെഗുലർ ഫിറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നോർമൽ ഫിറ്റിംഗും, രണ്ടാമത് നമ്മുടെ ഓവർ സൈസ് ഫിറ്റിംഗും. 2 ഫിറ്റിംഗ് ആയിരുന്നാലും അടിപൊളിയായിട്ട് വൈബായിട്ട് സീൻ ലുക്കിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. സ്ലിം ഫിറ്റ് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ സ്ലിം ഫിറ്റിൽ നമുക്ക് ഓവർ കോട്ട് ചെയ്ത്, റെഗുലർ ഫിറ്റിൽ നമുക്ക് ഓവർ കോട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓവർ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ടീഷർട്ട് ഇട്ടിട്ടോ ഇടാതെയോ യൂസ് ചെയ്യാം. സ്ലിം ഫിറ്റ് ഹുഡീസിന്റെ കൂടെ ഏറ്റവും മാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം 2 ഐറ്റം നമുക്ക് വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഓവർ കോട്ട് ചെയ്യാൻ പറ്റും മച്ചാനെ. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഡെനിം ജാക്കറ്റോ ഡെനിം ഷർട്ടോ ആണ്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ അധികം ആരും പ്രിഫർ ചെയ്യാത്ത പക്ഷേ ഹുഡീസിന് ഏറ്റവും അടിപൊളിയാണ്, കിടിലം ഒരു ഇന്റർനാഷണൽ ലുക്ക് വരുന്ന ഐറ്റമാണ് ഫ്ലാനൽ ഷർട്ട്സ്, ഫ്ലാനൽ ഓവർ കോട്ട്സ്, ഫ്ലാനൽ ജാക്കറ്റ്സ്. മച്ചാനെ അടിപൊളി ലുക്കാണ്. അധികം ആരും പ്രിഫർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്ലോത്തിങ് ആണ് മച്ചാനെ. ഫ്ലാനൽ ഷർട്ട്സ് മാച്ച് ചെയ്യുന്ന കളറിന് മാച്ച് ചെയ്യുന്ന ഫ്ലാനൽ ഷർട്ട്സോ ഫ്ലാനൽ ഓവർ കോട്ട്സോ ഫ്ലാനൽ ജാക്കറ്റ്സോ ഒക്കെ എടുത്തിട്ട് ഹുഡീസിന്റെ കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ വാവ് സൂപ്പർ ലുക്ക് ആയിരിക്കും, അങ്ങനെ ഹെവി ആയിരിക്കും. അതല്ലാതെ സ്ലിം ഫിറ്റിന്റെ കൂടെ നമുക്ക് ഡെനിം ജാക്കറ്റ്സും യൂസ് ചെയ്യാം, ഡെനിം ഷർട്ട്സും യൂസ് ചെയ്യാം. അതും അടിപൊളിയാണ്. സ്ലിം ഫിറ്റിലാണ്, റെഗുലർ ഫിറ്റിലാണ്, ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓവർ സൈസ്ഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ സൈസ്ഡ് ഉള്ളിൽ ഒരു ടീഷർട്ട് ഇട്ട്, ഓഫ്കോഴ്സ് ഓവർ സൈസ്ഡ് നല്ല സൈസ് ഉള്ളതാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന മാതിരി നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം, ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഉള്ളിൽ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ നെക്ക് പോർഷൻ ഇങ്ങനെ കാണിച്ചിട്ട് താഴത്തെ സൈഡിൽ അതിന്റെ ഒരു കളർ കോൺട്രാസ്റ്റ് പുറത്തേക്ക് കാണിച്ച് വെയർ ചെയ്ത് കഴിഞ്ഞാൽ മച്ചാനെ ഹുഡീസ് ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്ന ഒരുത്തൻ യൂസ് ചെയ്യുന്നു, അറിയാവുന്ന ഒരുത്തൻ ഇട്ടിരിക്കുന്നത് മാതിരി ഇരിക്കും, ഹെവി ലുക്ക് ആയിരിക്കും. പക്ഷെ ചൂട് സഹിച്ചോളാം. ഓൾവേസ് ഹുഡി ചൂടാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ടീഷർട്ടും കൂടെ അകത്തേക്ക് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മച്ചാനെ നമ്മൾ ഇരുന്ന് ഉരുവും. ഇപ്പൊ ഞാൻ ഉരുവുന്ന പോലെ ഉരുവും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു AC ഒക്കേഷൻ, കോളേജ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിപൊളി പാർട്ടി സെലിബ്രേഷൻ ഒക്കെ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ മച്ചാനെ അടിച്ച് കലപ്പാം. എല്ലാവരുടെയും അട്രാക്ഷൻ കൂടുതലായിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യാനും കൂടുതലായിട്ട് എല്ലാവരും നിങ്ങളെ വാച്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൽ ലുക്ക് ആയിരിക്കും. ഫുൾ ആൻഡ് ഫൈനൽ ഹുഡീസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്സ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്സ് ഒരു കാരണവശാലും ഹുഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ലേസ് ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ലേസിന്റെ 2 തുമ്പുണ്ടല്ലോ, ഒരു കാരണവശാലും ഒരു തുമ്പ് കേരളത്തിലും ഒരു തുമ്പ് ഗുജറാത്തിലും ഇടാൻ പാടില്ല. ആഴ്ചക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ബോർ ലുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ലേസ് ഇങ്ങനെ പെനച്ചിടാൻ പാടില്ല, ഇങ്ങനെ കോർത്തിടാൻ പാടില്ല. ലേസ് നിങ്ങൾക്ക് കെട്ടി യൂസ് ചെയ്യാം, ബട്ടർഫ്ലൈ ടാഗ് ചെയ്ത് യൂസ് ചെയ്യാം. ബട്ടർഫ്ലൈ രീതിയിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്താൽ ഈ മാതിരി ബട്ടർഫ്ലൈസ് രീതിയിൽ ടാഗ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ലേസിന്റെ 2 എൻഡും ഇതുമാതിരി നോർമലി നമ്മൾ ഒരേ അളവിന് താഴേക്ക് ഇട്ടിരുന്നാൽ മതി. അതൊരു ലുക്കാണ്. പക്ഷെ ഒരു കാരണവശാലും 2 അളവിലോ പെനച്ച് ഇങ്ങനെ കോർത്തൊന്നും ഇടാൻ പാടില്ല, അത് ഭയങ്കര ബോറാണ്. അതല്ല ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ആ ലേസ് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ ക്യാപ്പിൽ നിന്നും ലേസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അടിപൊളി ലുക്കാണ്. രണ്ടാമത്തെ കാര്യം ഹുഡീസിന്റെ ക്യാപ്പാണ്. ഹുഡീസിന്റെ ക്യാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മച്ചാനെ ഒരു കാരണവശാലും ക്യാപ്പ് നമ്മളെടുത്ത് വെറുതെ പുറകിലേക്ക് അങ്ങ് എടുത്തിട്ടിരിക്കാതെ ഉള്ളിൽ നിന്നും ഒരു എക്സ്ട്രാ ഒരു ലെയർ എടുത്തുകൊണ്ട് ഇതുമാതിരി ഒരു എക്സ്ട്രാ ഒരു ലെയർ എടുത്തുകൊണ്ടിടാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും അട്രാക്ഷൻ, ഏറ്റവും ലുക്ക്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മച്ചാനെ, അത് ഹുഡീസിന്റെ പ്രിന്റ് ആണ്. ഹുഡീസ് ഇറങ്ങിയ ടൈം മുതൽ, അതായത് എത്ര വർഷം മുമ്പാണ് ഹുഡീസ് ഇറങ്ങിയ ആ ടൈം മുതലേ ഹുഡീസിൽ പ്രിന്റ് വെച്ചിട്ടുള്ള ഹുഡീസ് വരാറുണ്ട്, പ്രിന്റ് കോട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രിന്റ് വരാറുണ്ട്. നിങ്ങൾ ഹുഡീസിൽ പ്രിന്റ് ഉള്ള ഹുഡീസ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സിനിമ കോട്ട്സും സിനിമ ഡയലോഗ്സ് ഒന്നും വെച്ചിട്ടുള്ള പ്രിന്റ്സ് പ്രിഫർ ചെയ്യരുത്. അപ്നാ ടൈം ആയേഗാ, അപ്നാ ടൈം ആയേഗാ, ബ്ലഡി സ്വീറ്റ്.
അച്ഛനെ ഒരിക്കലും നിങ്ങൾ അത് ഇടുന്ന നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അങ്ങനെ ഫാൻസ് ഉണ്ടാവും. വിജയ് സൂപ്പറാണ്, അതുപോലെ തന്നെ രൺദീപ് സിംഗ് സൂപ്പറാണ്, അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫിലിമിന്റെ കോട്സും അവരുടെ ഫിലിമിന്റെ തീമൊക്കെ വെച്ചിട്ടുള്ള ഹുഡീസും പ്രിന്റ്സ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. പക്ഷെ മച്ചാൻ അത് പ്രിഫർ ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് ഈ ഫിലിം ഉണ്ടാക്കുന്ന ഒരോളം ആ ഒരു ടൈമും ഉണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് ഷിറ്റ് എടുത്തിടുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഔട്ട്ഡേറ്റഡ് ലുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പയർ ആയ ഒരു ലുക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫിലിം കോട്സോ, അതായത് എത്ര ട്രെൻഡിങ് ആയാലും ഫിലിം കോട്സ് ഒന്നും പ്രിഫർ ചെയ്യാതിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുഡീസിൽ നിങ്ങൾക്ക് പൊളിക്കാം. അതിപ്പോ ഒരു കോളേജ് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നാലും, ഒരു പാർട്ടി ഔട്ട്ഫിറ്റ്സ് ആയിട്ടായിരുന്നാലും, ഒരു ഫംഗ്ഷന് പോകാനായിരുന്നാലും നിങ്ങൾ ഹുഡീസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് തകർക്കാൻ പറ്റും. ആരായിരുന്നാലും ഒന്ന് നോക്കാം, അത്രയും അട്രാക്റ്റീവ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മച്ചാൻ ഒരു ചെറിയ ലൈക്കും കൂടെ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും ഇതുപോലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ചേട്ടാ, BPS ബൂം കാണാനില്ല, BPS ബൂം എവിടെയാണ്? മച്ചാനെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മച്ചാനെ ഡിസ്ക്രിപ്ഷനിൽ കയറി തപ്പ്. ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കാം, സ്റ്റൈൽ ആയിരിക്കാം, ഹാപ്പി ആയിരിക്കും. ബൈ ഫോർ നൗ, until the next video.